പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറപ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം പറയുന്നു. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. എന്ന് പറയാൻ എടുക്കുന്ന വിഷയം, മൽക്കീസദേക്ക് അപ്പോ വീഞ്ഞും കൊണ്ടുവന്നത് അബ്രഹാമിന് കൊടുക്കാനാണോ എന്ന ഹെഡിങ്ങിലുള്ള ഒരു വിഷയമാണ്. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു. ഒരു പെന്തിക്കോസ്ത് സഭയിലെ പാസ്റ്ററാണോ ബ്രദറാണോ എന്നറിയില്ല. മൽക്കീസദേക്കിനെ പറ്റി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അപ്പനില്ല, അമ്മയില്ല, ജനനമില്ല, മരണമില്ല, ഇതൊക്കെ അദ്ദേഹം സമ്മതിക്കുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് മൽക്കീസദേക്ക് ശാലേം രാജാവായിരുന്നു എന്ന് പറയും. അപ്പോൾ താഴെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നും ശൗലൂമിൻ്റെ അല്ലെങ്കിൽ ശാലേം രാജാവ് എന്നും, അതായത് സമാധാനത്തിൻ്റെ രാജാവ് എന്നുമാകുന്നു. എബ്രായർ 7:2 മുതൽ വായിക്കുമ്പോൾ ശോലീമിൻ്റെ അല്ലെങ്കിൽ യെരൂശലേമിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയോ മാതാവിനെയോ ജീവിതാരംഭത്തെയോ അവസാനത്തെയോ പറ്റി വംശാലികളിൽ എഴുതപ്പെട്ടിട്ടില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനെന്ന് 110-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്നു. പിന്നെ ഉൽപ്പത്തി 14:12 മുതലും ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മൽക്കീസദേക്കിനെ പറ്റി പറയുന്നുണ്ട്, അബ്രാഹാമിൻ്റെ അടുത്ത് പോയ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു വന്ന അബ്രഹാമിന് അപ്പോൾ വീഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കാനാണ് മൽക്കീസദേക്ക് വന്നതെന്ന്. അതൊക്കെ എന്ത് ബാലിശ, ഈ പാവങ്ങളെ പറ്റിക്കാനായി എന്ത് പറഞ്ഞാൽ ആ പാവങ്ങളെ പറ്റിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? ഞാനിതൊക്കെ മനസ്സിലാക്കി തരാമെന്ന് അദ്ദേഹം പറയും. അന്നത്തെ ആഹാരവും അപ്പോൾ വീഞ്ഞുമായിരുന്നു, അത് കൊണ്ടുവന്ന് കൊടുക്കുമോ? അബ്രഹാം ക്ഷീണിച്ചല്ലേ വരണേ. പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. ഈ മൽക്കീസദേക്കിനെ എന്നെ കണ്ടിട്ടില്ലായിരുന്നു. അത് ദുരൂഹത നിറഞ്ഞൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അതാണ് അപ്പനില്ല, അമ്മയില്ല എന്നൊക്കെ പറയുന്നത്. അത് എബ്രായർ 7:3 അവസാനം എന്താ പറയുന്നത്? എന്നാലോ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ്റെ പൗരോഹിത്യം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവപുത്രൻ്റെ സാദൃശ്യത്തിൽ, ദൈവപുത്രൻ്റെ തുല്യനല്ല, സാദൃശ്യത്തിലാണ്. തുല്യനായി കഴിഞ്ഞാൽ തൃത്വത്തിലെ 4ാമത്തെ ആളാവും. അത് നടക്കില്ല. ദൈവപുത്രൻ്റെ സാദൃശ്യത്തിൽ അവൻ എന്നേക്കും പുരോഹിതനായിരിക്കും. എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതനാണ്, ദൈവപുത്രൻ്റെ സാദൃശ്യമാണ്. അത് അബ്രഹാമിൻ്റെ അടുത്ത് എന്ന് പറയാനുള്ള കാരണം, അബ്രഹാമിനോട് പിതാവ് കൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ സന്തതികളിൽ ഒരാളാൽ ലോകം അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി മൂലം ലോകം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്തതിയുടെ സദൃശ്യത്തിൽ അതിൻ്റെ സൂചനയായിട്ടാണ് അപ്പോൾ വീഞ്ഞു കൊണ്ടുവരുന്നത്. കാരണം രക്തബലികളെ അവസാനിപ്പിച്ച് അപ്പോൾ വീഞ്ഞു കൊണ്ടുള്ള ബലി വരുന്നു. പുരോഹിതനെന്ന് വെച്ചാൽ അർത്ഥം ബലി അർപ്പിക്കുന്നവനാ. അപ്പോൾ വീഞ്ഞും കൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ബലിയർപ്പിച്ച അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അവിടെ അപ്പോൾ വീഞ്ഞൊന്നും അബ്രഹാമിന് കൊടുത്തിട്ടില്ല. അത് വിശുദ്ധ കുർബാനയുടെ സൂചനയാണ്. കുർബാന സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഒരു സൂചന മാത്രമേ ഉള്ളൂ. കുർബാന സ്ഥാപിക്കപ്പെടാതെ കണ്ട് ആർക്കാ കുർബാന കൊടുക്കാൻ പറ്റുന്നത്? ആർക്കത് കുർബാനയായിട്ട് അനുഭവിക്കാനും പറ്റില്ല. അപ്പോൾ വീഞ്ഞു കൊണ്ടുവന്ന് അബ്രഹാമിന് കൊടുത്തു എന്നല്ല എഴുതിയേക്കണേ. അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ദൈവത്തെ സ്തുതിച്ചു എന്നാണ് അർത്ഥം. സ്തുതിച്ചിട്ട് അനുഗ്രഹിച്ചു, അതായത് ബലിയർപ്പിച്ചു എന്നർത്ഥം. ഒറ്റ പ്രാവശ്യം മാത്രമേ
മൽക്കീസേദെക്കിൻ്റെ ബലി കാണുള്ളൂ. അവൻ പുരോഹിതനാണെന്നാണല്ലോ, പുരോഹിതൻ്റെ ബലി അർപ്പിക്കാന്നാണോ? അത് മനസ്സിലാക്കണ്ടേ? അബ്രഹാമിന് അപ്പവും ബീജും വേണമെങ്കിൽ ആരോടെങ്കിലും കൽപ്പിച്ച ഈ പറഞ്ഞവരുണ്ട് ബീജും അപ്പമൊക്കെ അബ്രഹാമിൻ്റെ അടുത്ത് എത്തൂലേ? ഈ പറഞ്ഞവരുണ്ട് പ്രത്യന്മാർ പോയി കൊണ്ടുവരില്ലേ? മൽക്കീസേദെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വേണം. ഒരർത്ഥവുമില്ലാത്ത വെറും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെപ്പറ്റി അറിവില്ലാത്തവരെ പറ്റിക്കുക എന്നുള്ളതുകൊണ്ട് വേറൊരു അർത്ഥമില്ല. അദ്ദേഹം പല കാര്യങ്ങളിങ്ങനെ ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലതിനൊക്കെ ഞാൻ കമൻറ്റിലിടും. അത് ഒരുപാട് നേരം പറ്റി കമൻറ്റിലിട്ടിട്ടൊരു കാര്യമില്ല. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയും. അപ്പോൾ അതെല്ലാവരും കേൾക്കുമ്പോൾ പെന്തക്കോസ്തുകാരല്ലേ, അവർ പാസ്റ്റർമാർ പറഞ്ഞതാണല്ലോ അവർക്ക് വിശ്വാസം. ന്യായന്യായികളെ പറ്റിയോ അതിൻ്റെ വ്യാഖ്യാന രീതികളെ പറ്റിയൊന്നും അവർക്കറിയില്ല. അപ്പോൾ ശാലേം രാജാവ് ആയിരുന്നെങ്കിൽ യെരൂശലേം ഭരിച്ചത് എന്നു മുതൽ എന്നു വരെ എന്നുള്ളൊരു രേഖ എവിടെയെങ്കിലും കാണൂലേ? എത്ര കൊല്ലം അദ്ദേഹം രാജ്യം ഭരിച്ചു? ഒരു അമാനുഷിക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതാണ് ദൈവപുത്രൻ്റെ സാദൃശ്യത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതൻ. അവൻ എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതൻ. ആ പൗരോഹിത്യത്തിനാണ് അവിടെ ശ്രേഷ്ഠത. ദൈവപുത്രൻ്റെ പൗരോഹിത്യത്വം. ദൈവപുത്രൻ്റെ ആദ്യകാലം മുതൽ പൗരോഹിത്യമുണ്ട്, ജനിച്ചപ്പോൾ മുതലുണ്ട്. ജനനം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വചനമാണ്, വാക്കാണ് പുത്രൻ. പിതാവിന് പൗരോഹിത്യം ഉണ്ടെങ്കിൽ പുത്രനും ഉണ്ടത്, മാറ്റിക്കളയാനൊന്നും പറ്റൂല. പക്ഷെ ഇവിടെ വന്ന് യോഹന്നാനോട് പൗരോഹിത്യം സ്വീകരിച്ചത് ഇങ്ങനെ സകല നീതിയും നടക്കുന്നത് നമുക്ക് ഉചിതം. എല്ലാം ഞാനൊരു മനുഷ്യനായിട്ട് വന്നേക്കണേ, മനുഷ്യനും ദൈവമായിട്ട് വന്നേക്കണേ. അപ്പം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. പക്ഷെ കാലത്ത് ദൈവവും വൈകിട്ട് മനുഷ്യനുമായിട്ടല്ല പ്രവർത്തിച്ചു. ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ട ഒരിക്കലും വേർപിരിയാത്ത വിധം അവനിൽ ഒരു സ്വഭാവമായി സമ്മേളിച്ചിരുന്നു. ദൈവത്വവും മനുഷ്യത്വം യോജിച്ച് വേറൊന്നായില്ല, ദൈവത്വവും മനുഷ്യത്വം യോജിച്ച ഒരു സ്വഭാവം. ഞാൻ കഴിഞ്ഞ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ സത്യവിശ്വാസം എവിടെ ചെന്നാലും ധൈര്യമായിട്ട് ഏറ്റു പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അത് പഠിച്ചെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വിശ്വാസം ഏതാ? എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. മറിയാമിനെ ദൈവമാതാവായിട്ട് കണക്കാക്കുന്ന മറിയാം യേശു എന്ന ദൈവ മനുഷ്യനെ പ്രസവിച്ചതുകൊണ്ടാണ്. അംഗീകരിക്കാത്ത സഭകൾക്ക് അവർ വേറെ യേശുവിനെ പ്രസവിക്കണേ എന്നാന്നേ ഇത് പറയാത്ത മടിക്കണേന്ന്. വേറൊരു യേശു ക്രിസ്തുവിനാണ് ഈ സ്വഭാവം, ഈ ഒരു സ്വഭാവം ദൈവത്വവും മനുഷ്യത്വവും സംയോജിച്ചിരിക്കുന്നു, ഒരിക്കലും വേറെ വിരിയാത്ത വിധം. പിന്നെ രണ്ടല്ല ഒന്നാണ്, വേറെ ആക്കാൻ പറ്റില്ല. അത് അംഗീകരിക്കാത്ത സഭകൾ പ്രസംഗിക്കുന്ന വേറെ യേശുവിനെയാണ്. അത്ഭുതങ്ങളൊക്കെ നടക്കുക, അത്ഭുതം നടക്കാൻ എന്താ വിഷയമുള്ള? നല്ല ആത്മാവുണ്ട്, ദുരാത്മാവുണ്ട്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കും. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 24 മൂപ്പന്മാരുടെ കാര്യം പറഞ്ഞത്, ഇവിടെ സഭയിൽ നിന്ന് ശ്രേഷ്ഠന്മാർ സ്വർഗത്തിൽ വന്നിരിക്കാത്ത എന്തൊരു മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. സ്വർഗം നരകമൊക്കെ കർത്താവിനെ ന്യായവിധിക്ക് ശേഷമാണ്. ഇപ്പം തന്നെ 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും അവരുടെ പ്രതീതികൾ ഇപ്പം തന്നെ ഭൂമിയിൽ നിന്ന് അവിടെ ചെന്ന് ഇരിപ്പുണ്ടെന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ മാറക്കുന്നു. നബിയന്മാർ പ്രവാചകന്മാരും ശ്ലീഹന്മാർക്ക് മുമ്പേ വന്നവർ. അവരുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് പോക്ക്. നമ്മൾ കുമ്പസാരത്തിൽ അത് നമ്മൾ
മൗദ്യോനോസ് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഈ 24 നിബിയന്മാരുടെ മുമ്പാകെയും ഞാൻ എൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറയുന്നു എന്ന് പറയുന്നുണ്ട്. 12 സ്ലീഹന്മാരുടെ മുമ്പായി 24 നിബിയന്മാരുടെ മുമ്പാകെയും നിത്യാവിശ്വാസം പ്രമാണം രൂപീകരിച്ച പിതാക്കന്മാരുടെ മുമ്പായും ദൈവമാതാവിൻ്റെ മുമ്പായും ഇതൊക്കെ പറയുന്നുണ്ട്. അതിലാ ഈ നിബിയന്മാരുടെ പേരുണ്ട്, എന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ സംബന്ധിച്ച് വേറെ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ സമയമില്ല. ഉത്തരകാമത്ര ശ്രദ്ധിക്കുക. മൽക്കീസേദെക്ക് ഒരു ദുരൂഹ വ്യക്തിയാണ്. ഒരു പ്രാവശ്യം മാത്രം അദ്ദേഹം അപ്പോൾ വീഞ്ഞും കൊണ്ട് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ച് ബലിയർപ്പിച്ച് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു. അബ്രാഹാമിന് ദശാംശം കൊടുത്തു. അപ്പം അബ്രാഹാമിന് വലിയ ആളാണെങ്കിൽ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ, ദശാംശം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് ഉൽപ്പത്തി 14:18 സങ്കീർത്തനം 110:4 എബ്രായ പുസ്തകം 7:3-4 ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ, ദൈവപുത്രൻ്റെ സാദൃശ്യമുള്ളവരെ. ദൈവപുത്രന് സദൃശൻ, തുല്യനല്ല, സദൃശൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.